ഒരു വീട്ടില് മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ വേൾഡ് വാർ എങ്ങനെയാണ് ഉണ്ടാവണത്? യുദ്ധം. അപ്പൊ ഉടനെ അച്ഛൻ പറയാണ്, അമ്മ വീട്ടില് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അകത്ത്. അമ്മ ടീച്ചറാണ്, അച്ഛൻ വേറെ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അച്ഛൻ പറയാണ്, മോനെ, ഈ വേൾഡ് വാർ എങ്ങനെയാണ് ഉണ്ടാവുന്ന വെച്ചാൽ, സപ്പോസ് ഇന്ത്യയും ജാപ്പാനും തമ്മിലൊരു അതിർത്തി തർക്കം ഉണ്ടായിന്ന് വിചാരിക്കുക. ഇത് കേട്ടപ്പോ അമ്മ ഉറക്ക വിളിച്ചു പറയാണ്, നിങ്ങൾ ആ പൊട്ടത്തരൊന്നും ആ കുട്ടിയെ പറഞ്ഞു കൊടുക്കണ്ട, ഇന്ത്യയും ജാപ്പാനും ഒരിക്കലും അതിർത്തി തർക്കം ഉണ്ടാവില്ല എന്ന്. അതെവിടെ കിടക്കുന്നു ജാപ്പാൻ? ഉടനെ അദ്ദേഹം പറയാണ്, എടി നീ എന്തിനാ വേണ്ടാത്തതിൽ ഇടപെടണം? ഞാൻ അവനൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ. നീ എന്തിനാ വേണ്ടാത്തതിൽ? നീ നിന്റെ ചപ്പാത്തി വരുത്തുന്ന പണിയിൽ ഇടപെട്ടാൽ പോരെ, നീ എന്തിനാ ഇതിലേക്കൊക്കെ ഇടപെടണത്? ഉടനെ ഭാര്യ പറയണം, നിങ്ങളോ തലതിരിഞ്ഞു പോയി, എന്തിനാ അവന്റെയും കൂടി തലതിരിക്കണത്? പാവം, അവനെങ്കിലും ഒന്ന് നേരെയിക്കോട്ടെ, ആ കുട്ടിയുടെ വഴി തെറ്റിക്കണം. എടി നീ നിന്റെ പണിയെടുക്കാൻ ഞാൻ പറഞ്ഞു, വേണ്ടാത്തതിൽ ഇടപെടാന്ന് പറഞ്ഞു, നീ എന്നെ കൊണ്ട് നീ ദേഷ്യം പിടിപ്പിക്കേണ്ടാണ് ഇവിടുന്ന് ഭർത്താവ്. ഉടനെ തന്നെ ഭാര്യ അവിടെ നിന്ന് അലറി, നിങ്ങളെപ്പോലെ ഒരു കഴുത എന്റെ തലയിൽ ഈശ്വര എന്തിനാ വെച്ച് കെട്ടിയെന്ന് എനിക്കറിയില്ല, എന്റെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു ഇനി ആ പാവം കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തിനാ ഒരു അന്തകനായിട്ട് പറഞ്ഞയച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ അങ്ങോട്ട് തുടങ്ങി. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങോട്ട് പിടിച്ചു, കഴി പിടിച്ചു. നീ എന്താ പറഞ്ഞത്? സ്കെയിലൊക്കെ ആയിട്ടതാ ഇറങ്ങിയിരിക്കുന്നു അയാള്. ഇനി നീ വല്ലതും പറഞ്ഞാലല്ലോ എന്റെ സ്വഭാവം മാറും, ഞാൻ മോനുണ്ടോന്ന് നോക്കില്ല, ഒന്ന് പിടയ്ക്കുന്നതിനെ. ഉടനെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ പിടയ്ക്ക്, എന്നാ ഒന്ന് കാണണല്ലോ, എന്റെ പേര് ജാനകി എന്നാണെങ്കിൽ എന്നാ ഒന്ന് കാണാലോ എന്ന് വിട്ട് അതെടുത്തുകൊണ്ടിരിക്കുന്ന ചപ്പാത്തിക്കോല്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ടുപേരും, തറവാടും കുടുംബവും അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇടയിൽ കയറി പറഞ്ഞു, അച്ഛാ ഇനി പറയണ്ട എങ്ങനെ യുദ്ധം ഉണ്ടാവണതെന്ന്. അപ്പൊ എനിക്ക് നേരിട്ട് മനസ്സിലായി എങ്ങനെ യുദ്ധം തുടങ്ങണതെന്ന്. ഇതാണ് അവസ്ഥ. നമുക്ക് നമ്മുടെ ബാലൻസ് തെറ്റിപ്പോണോ പ്രിയാണ്? ആർക്കാണോ ഇത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്, അതാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മോക്ഷം ശരീരത്തിനല്ല, മനസ്സിനാണ് വേണ്ടത്. മനസ്സിന്റെ തെറ്റായ ധാരണകളെ മാറ്റി ശരിയായ ധാരണയിൽ അതിന് കൊണ്ടു നടക്കാൻ സാധിക്കണം. അതെങ്ങനെ സാധിക്കും? അതിലേക്ക് ഉയരണമെങ്കിൽ ജീവിതത്തെ ഒരു സമ്പ്രദായത്തിൽ കൊണ്ടു നടക്കണം. ഈ സമ്പ്രദായത്തെയാണ് നമ്മുടെ പൂർവികന്മാർ പുരുഷാർത്ഥം എന്ന് വിളിച്ചത്. പുരുഷൻ അർത്ഥിക്കേണ്ടത്, പുരുഷൻ കൊണ്ടു നടക്കേണ്ടത് അതേതാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതായത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കാമം എന്നുള്ളത്, കാരണം കാമത്തിലൂടെയാണ് നമ്മൾ പുറത്തു വന്നത്. പലതിനോടുമുള്ള ആസക്തി നമ്മുടെ ഉള്ളിൽ പ്രബലമാണ്. അപ്പൊ കാമത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? 2 കാമങ്ങൾ അനുഭവിക്കാൻ വേണ്ടത് അർത്ഥമാണ്, സമ്പത്താണ്. അതിനോടുള്ള സമീപനം എന്തായിരിക്കണം? ഈ 2 കാര്യങ്ങളും നമുക്ക് വ്യക്തമായി തീരണം. എന്താ ഇപ്പോൾ നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ റോങ് കാൽക്കുലേഷനിലാണ് ജീവിക്കുന്നത്. പണമുണ്ടോ സുഖങ്ങളുണ്ട്, ജീവിതത്തിൽ സുഖമുണ്ട്. അപ്പൊ പണം പ്ലസ് സൗകര്യങ്ങൾ = സുഖം. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പണമാണ്. പണം ഇല്ലേ ഒന്നുമില്ല. പണമുണ്ടോ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുണ്ട്, അതുണ്ട്. പക്ഷെ നമ്മൾ മറന്നു പോകണു, പണം ഉള്ളതുകൊണ്ട് മാത്രം ജീവിതത്തിൽ സുഖമില്ല. ആയുസ് വേണം, ആരോഗ്യം വേണം, ഭാഗ്യം വേണം, സ്നേഹം വേണം. എല്ലാ പണവും സൗകര്യങ്ങളും വീട്ടിലുണ്ട്. സ്നേഹിക്കാൻ ആരുമില്ല എങ്കിൽ എന്തിനു കൊള്ളാം ആ ജീവിതം? ശരിയല്ലേ? സ്നേഹിക്കാൻ ആരെങ്കിലും വേണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം കൊണ്ട് പൂർത്തിയാവുന്നില്ല. പണം കൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ തൃപ്തിയടയും എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് ഉയർന്നതുകൊണ്ടാണ് പാശ്ചാത്യരുടെ ജീവിതം നോക്കൂ. നിങ്ങൾ അമേരിക്കയിൽ പട്ടികളില്ലാത്ത വീടുണ്ടാവില്ല. കാരണം മനുഷ്യനും അവരെ സ്നേഹിക്കുന്നില്ല. പിന്നെ പട്ടിയുടെ കൂടെ ജീവിതം, കിടപ്പും പട്ടിയുടെ കൂടെ, നടപ്പും പട്ടിയുടെ കൂടെ, എല്ലാം പട്ടികളാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ അലഞ്ഞു തിരിയുന്ന പാശ്ചാത്യരെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ. എന്തുകൊണ്ട്? കാരണം പണത്തിന്റെ അപ്പുറം എത്തിക്കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇനി അതുകൊണ്ടൊന്നും നേടാനില്ല എന്നുള്ളത്. ശരീരത്തിന് കുറെ രോഗങ്ങളും കുറെ പ്രശ്നങ്ങളും മാനസികമായ ഒരുപാട് വിഷമങ്ങളും ഇതൊക്കെ വരുമ്പോൾ അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത് സുഖമനുഭവിക്കാൻ പണമല്ല വലുത്, സുഖമനുഭവിക്കാൻ വേണ്ടത് നല്ല സ്നേഹം നിറഞ്ഞൊരു മനസ്സാണെന്നുള്ളത്. മനസ്സിന്റെ താളം തെറ്റിയാൽ പിന്നെ പണം ഉണ്ടായിട്ടും പ്രതാപം ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇത് വലിയൊരു പരമാർത്ഥമാണ്. നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ശരി, അപ്പോ പണത്തോടും കാമത്തോടുമുള്ള നമ്മുടെ സമീപനം ധർമ്മത്തിലൂന്നിയതാവണം. ധർമ്മം എന്ന് പറഞ്ഞാൽ ധരതി ഇതി ധർമ്മം. ഞാൻ നേരത്തെ പറഞ്ഞു ധർമ്മം എന്നുള്ള വാക്കിന് ഭഗവാനെ ധരിച്ചുകൊണ്ടായിരിക്കണം
അർത്ഥത്തിലൂടെയും കാമത്തിലൂടെയും കടന്നു പോവാൻ. എന്ന് വെച്ചാൽ എന്താണ്? ഭഗവത് സ്മരണയിലൂടെ നമ്മൾ കാമം അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, കാമത്തിലൂടെ തൃപ്തിപ്പെടാൻ എനിക്ക് സാധ്യമല്ലാന്ന്, അർത്ഥത്തിലൂടെ തൃപ്തിപ്പെടാൻ എനിക്ക് സാധ്യമല്ലാന്ന്. അപ്പൊ വീട്ടിലിരുന്ന് കിട്ടുന്ന ഒരു സുഖത്തേക്കാൾ വലുത് അർത്ഥവും കാമവും ഇല്ലാതെ ഭഗവത് സന്നിധിയിൽ വന്ന് ആ നടയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പൊ അവിടെ പണവുമില്ല, ഒന്നുമില്ല നമ്മുടെ കൂടെ. അപ്പൊ ഒന്നുമില്ലാത്തൊരു സമയത്ത് അനുഭവിക്കുന്ന പൂർണ്ണമായൊരു സംതൃപ്തി ഇല്ലേ, പൂർണ്ണമായൊരു സുഖം, ഒരു ആത്മശാന്തി, അത് നമ്മൾ അനുഭവിക്കുന്നത് ഭഗവാനിലേക്ക് തിരിയുമ്പോഴാണെന്നുള്ള വിവേകം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ പണവും അതുപോലെ തന്നെ സുഖങ്ങളും നമുക്കൊരു ഭാരമായി തീരില്ല. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർക്ക് എല്ലാ സുഖഭോഗങ്ങളും നിറഞ്ഞ വീട് ഒരു ദിവസം കൈകൊട്ടിക്കൊണ്ട് മരവുരി ഉടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ സാധിച്ചത്. അവരതിനൊന്നും വില കൽപ്പിച്ചില്ലേ. ഇന്ന് നമുക്ക് കാണാം 2 ചക്രവർത്തിമാർ. ഒന്ന് മഹാബലി എന്ന് പറയുന്നൊരു ചക്രവർത്തിയുടെ കഥ, 2 അംബരീഷൻ എന്ന് പറയുന്നൊരു ചക്രവർത്തിയുടെ കഥ. ആ അംബരീഷനെ സംബന്ധിച്ച് ഭാഗവതത്തിൽ തന്നെ പറയും, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, സുഖഭോഗങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും വാസുദേവി ഭഗവതി, ഭഗവാൻ വാസുദേവനല്ലാത്ത സമ്പത്തായി അദ്ദേഹം കണക്കാക്കിയിരിക്കുകയാണ്. തന്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ മുഴുവൻ ലോഷ്ടവത് സ്മൃതം, ഭാഗവതം പറയുന്നു, മൺകട്ടയുടെ വിലയെ കൊടുത്തുള്ളൂ. സുതേഷു ദാരേഷു ഗൃഹേഷു ദീപോത്തമസ്യന്തന വാജിപത്യഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷു അകരൽ അസത്മതിം. അതൊക്കെ അസത്തായി അദ്ദേഹം കണ്ടു എന്നാണ്, സത്തായി അദ്ദേഹം കണ്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണെന്ന് നമ്മൾ സ്വയം ചോദിക്കുക. ഭക്തിയാണോ എനിക്ക് വിലപ്പെട്ടത്, അതോ വീട്ടിലുള്ള സുഖഭോഗങ്ങളൊക്കെയാണോ, എൻ്റെ പണമാണോ? ഇതൊക്കെ നമ്മൾ സ്വയം ചോദിക്കുക. അങ്ങനെ പണമാണ് നമുക്ക് വലുതെങ്കിൽ അത് വല്ലവനും കൊണ്ടുപോയാൽ ഇരുന്ന് കരയും നമ്മൾ. അതല്ല കൊണ്ടുപോയതെങ്കിൽ, അതൊക്കെ കൊണ്ടുപോയാലും അത് വന്നു അത് പോയി, ഞാൻ എന്തിനിരുന്ന് കരയണം? ഒരു വിഷമവും ഉണ്ടാവില്ല നമുക്ക്. ഇത് യാജ്ഞവൽക്യൻ എന്നൊരു മഹർഷി തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന മഹർഷിയുടെ ശിഷ്യനായിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനും സമ്പന്നനുമായ ജനക മഹാരാജാവ്, സീതാദേവിയുടെ പിതാവ്. വളരെ സമ്പന്നനും കോടീശ്വരനാണ് അദ്ദേഹം. അപ്പൊ ഈ ശിഷ്യന്മാർക്കൊരു സംശയം, ഗുരുവിന് ഈ ജനകനോട് ഇത്രയും സ്നേഹം ഉണ്ടാവാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ പണമായിരിക്കില്ലേ എന്ന്. പണമുള്ളവരോടൊരു പ്രത്യേക സ്നേഹം സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ചിന്തയിൽ ശിഷ്യന്മാരിയ്ക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ജനകൻ ഇങ്ങനെ, യാജ്ഞവൽക്യൻ ഇങ്ങനെ വേദാന്ത തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉടനെ തന്നെ കൊട്ടാരത്തിൽ നിന്നൊരാൾ വന്നിട്ട് ഗുരുവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രാജനോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടെന്ന്. ഓ പറഞ്ഞോളൂ പറഞ്ഞു. രാജൻ കൊട്ടാരത്തിന്റെ പൂമുഖത്തിന് തീപിടിച്ചിരിക്കുന്നു. ഉടനെ അവിടെ ഇരുന്നു കൊണ്ട് യാതൊരു ചഞ്ചലതയുമില്ലാതെ ഇദ്ദേഹം പറയാണ്, ജനകൻ പറയാണ്, സൗകര്യമുണ്ടെങ്കിൽ കെടുത്തിക്കോളൂ, നിങ്ങൾക്ക് കെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏതായാലും ഇപ്പൊ വരാൻ പോകുന്നില്ല എന്ന്. അവിടെ ഇരുന്നില്ല, ഇറങ്ങിയില്ല പറയാണ്. അത് കഴിഞ്ഞു ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു യാജ്ഞവൽക്യൻ. അപ്പൊ കുട്ടികൾ താമസിക്കുന്ന പർണശാലയ്ക്ക് തീ പിടിച്ചു. തീ പിടിച്ചത് കണ്ടപ്പോഴേക്കും ഈ കുട്ടികളൊക്കെ ചാടി എണീറ്റ് ഓടാൻ തുടങ്ങി. അപ്പൊ ഗുരു ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഓടുന്നത്? ഇല്ല, ഞങ്ങളെ കൗബീനം കത്തിപ്പോകുന്നത്. അപ്പൊ ഇവർക്ക് അന്നത്തെ കാലഘട്ടം കൗബീനധാരികളാണ് എല്ലാവരും, അത് കത്തിപ്പോകുന്നത്. അപ്പോഴാണ് ഒരു ദിവസം ഈ യാജ്ഞവൽക്യൻ പറയുന്നത്, നിങ്ങളുടെ വിലയില്ലാത്ത കൗബീനം കത്തുമ്പോൾ നിങ്ങൾക്ക് വിലയുള്ളതായി തോന്നി. എത്രയോ കോടീശ്വരനായ ആ ചക്രവർത്തി തന്റെ കൊട്ടാരം കത്തുന്ന സമയത്ത് പോലും യാതൊരു ചഞ്ചലതയും ഒന്നില്ല, അദ്ദേഹത്തിന് വലിയ സമ്പത്തായി തോന്നിയില്ല പറയണം. പക്ഷെ നമുക്ക് ആ തലത്തിലേക്കൊന്നും ഉയരാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക് എന്ന് പൊളിഞ്ഞു പറഞ്ഞാൽ മിക്കവാറും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ആളുകളാണ് നമ്മളൊക്കെ. കാരണം വിഷമം തന്നെയാണത്. അതുകൊണ്ട് ഇതൊക്കെ പതുക്കെ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ, ഭക്തിയേക്കാൾ വലിയൊരു സമ്പത്ത് എനിക്കില്ല എന്നൊരു തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ബാലൻസ് ചെയ്യാൻ പ്രയാസമില്ല എന്ന് പറയാം. എന്തായാലും ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, ഇതിലേക്ക് ഉയരാൻ എന്താ വേണ്ടത്? അതിന് 2 ജീവിത കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ജീവിത രീതിയാണ് വർണ്ണ ആശ്രമ രീതി പറയാം. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം. നമുക്ക് കാണിച്ചു തരികയാണ് നമ്മളിപ്പോ ആരാണ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളോട് സ്വയം ചോദിക്കാൻ പറയാണ്. ഭാരതത്തിന്റെ ഒരു സവിശേഷതയാണ് വർണ്ണ ആശ്രമ രീതി. വേറെ ഒരു സംസ്കാരത്തിലും കാണില്ല. വർണ്ണം എന്നാൽ നിറം എന്നർത്ഥം.
അതേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. വർണ്ണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ. പൊതുവെ നമ്മൾ ഒരു ധാരണയിലാണ് ജീവിക്കുന്നത്. ബ്രാഹ്മണരും ക്ഷത്രിയരും എന്നൊക്കെ പറയുന്നത് ഉയർന്ന കാസ്റ്റാണെന്നും വൈശ്യരും ശൂദ്രൻ എന്നൊക്കെ പറയുന്നത് താഴ്ന്ന കാസ്റ്റാണെന്നും എങ്ങനെയോ നമ്മുടെ ഭാരതത്തിലേക്ക് ആ ഒരു ചിന്തകൾ കടന്നു വന്നു. ശരിയല്ലേ? എന്നാൽ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ എന്നത് നമ്മുടെ വൈദിക സാഹിത്യത്തിൽ അല്ലെങ്കിൽ വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഉയർന്നവനെന്നും ഒരാൾ താഴ്ന്നവനെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പൊതുവെ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക പുരുഷ സൂക്തത്തിലൂടെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയില്ലേ? പുരുഷ സൂക്തം, അതായത് രാവിലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു വേദസൂക്തമാണ് പുരുഷ സൂക്തം. അതിലാണ് ഈ മന്ത്രങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ബ്രാഹ്മണൻ എവിടെ നിന്ന് വരുന്നു, ക്ഷത്രിയൻ എവിടെ നിന്നുണ്ടായി, വൈശ്യൻ എവിടെ നിന്നുണ്ടായി, അതുപോലെ ശൂദ്രൻ എവിടെ നിന്നുണ്ടായി. ആ പുരുഷ സൂക്തം തുടങ്ങുന്നത് 16 മന്ത്രങ്ങളുള്ള സൂക്തം തുടങ്ങുന്നതേ ഇങ്ങനെയാണ്. ഒരു വിശ്വപുരുഷനെ കുറിച്ച് പറയാണ്. എന്നിട്ട് പറയുന്നു, ആ പുരുഷന് അനേകായിരം കണ്ണുകളുണ്ട്, അനേകായിരം തലകളുണ്ട്, അനേകായിരം കൈകളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പുരുഷ സൂക്തത്തിൽ. എന്നിട്ട് പറഞ്ഞു പുരുഷ ഏവേതകം സർവം, എല്ലാം പുരുഷൻ തന്നെയാണ്. ആ പുരുഷന്റെ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത എന്നൊക്കെ പറയും. ക്ഷത്രിയൻ കൈകളിൽ നിന്ന് വന്നു, ശൂദ്രൻ വൈശ്യൻ ഊന്നിൽ വന്നു, പാദങ്ങളിൽ നിന്നും ശൂദ്രൻ വന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഒരു വിശ്വപുരുഷനിൽ നിന്ന് ആണ് ഇവരൊക്കെ വന്നതെങ്കിൽ ഇവരൊക്കെ വാസ്തവത്തിൽ ആരാണ്? ഒരേ ഈശ്വരനിൽ നിന്നാണ് ഇവരൊക്കെ വന്നതെങ്കിൽ അവരൊക്കെ ഒരേ ഈശ്വര തത്വം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു ജാതി വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്? അതുകൊണ്ടല്ലേ ഈ കൺഫ്യൂഷനൊക്കെ ലോകത്തിലുണ്ടായത്. പ്രത്യേകിച്ച് ഇന്നിപ്പോ ആകെ റിസർവേഷനും പോളിസിയും മറ്റൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യനായിട്ടായിരുന്നു മനുഷ്യനെ കണ്ടിരുന്നതെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ഈ ലോകത്തിൽ ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്നാണെങ്കിൽ വാസ്തവത്തിൽ മനുഷ്യനെ വേർതിരിക്കാനല്ല ഇതെഴുതി വെച്ചത്. പിന്നെയോ നാം ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് കാണിച്ചു തരാനാണ് ഇത് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് പ്രകൃതിയിൽ 4 തരം മനസ്സുകളുണ്ടെന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ. ഇത് മനസ്സിന്റെ നിറമാണ്, ശരീരത്തിന്റെ നിറവോ ശരീരത്തിന്റെ ജന്മം കൊണ്ടുണ്ടാവുന്നതോ അല്ല. അത് പൂർണ്ണമായും അല്ല എന്ന് പറയാണ്. പക്ഷേ ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ അർജുനൻ ക്ഷത്രിയനാണ്, ഭഗവാൻ കൃഷ്ണൻ ക്ഷത്രിയനാണ്, ശ്രീരാമസ്വാമി ക്ഷത്രിയനാണെന്നൊക്കെ പറയുന്നതോ ക്ഷത്രിയ മനസ്സ്, ആ മനസ്സ് ക്ഷാത്രവീര്യമുള്ളതാണെങ്കിൽ അത് ശരീരത്തിലൂടെ പ്രകടമാവും. അത് ശരീരത്തിന്റെ സ്വഭാവമാണ്. ശരീരം ഒരു മനസ്സിനെ പ്രകടമാക്കാനുള്ള ഉപകരണമാണ്. ഏതുപോലെ? ബൾബിനെ പോലെ. ബൾബും ഫിലമെന്റും പോലെയാണ് ആ ബന്ധം എന്ന് പറയുന്നത്. ഫിലമെന്റിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ അതിൽ പ്രകാശിക്കുന്ന പ്രകാശം ബൾബിലൂടെ പ്രകടമാവുന്നു. ഇതുപോലെ ശരീരം ഒരു ബൾബ് പോലെയാണ്, മനസ്സ് ഫിലമെന്റ് പോലെയാണ്. അതിന്റെ സ്വഭാവം ശരീരത്തിലൂടെ പ്രകടമാവുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവത്. ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ആ കുട്ടിയോട് എങ്ങനെയാ സംസാരിക്കുക? നീ എപ്പോഴാ വന്നതെന്നൊക്കെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുമോ? ഇല്ല. നിങ്ങളുടെ മനസ്സപ്പോഴേക്കും ഒരു കുട്ടിയുടെ ഭാവത്തിലേക്ക് വരും. എപ്പോഴാ കുട്ടൻ വന്നത്, എപ്പോഴാ മോള് വന്നത്, മോളുടെ പേരെന്താണ്, മോന്റെ പേരെന്താ, കൊഞ്ചും നമ്മൾ ഇല്ലേ. നേരെ മറിച്ച് 90 വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശൻ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും എപ്പോഴാ മുത്തശ്ശൻ വന്നത്, നിങ്ങളാരും ചോദിക്കില്ല. നിങ്ങളുടെ മനസ്സ് ആ മുത്തശ്ശന്റെ ഒരു ഭാവത്തിലേക്ക് വരുന്നവരെയാണ്, ഒരു സീരിയസ്നെസ്സിലേക്ക് വരും. ഇല്ല, തീർച്ചയായിട്ടും ചിന്തിക്കും. നിങ്ങളുടെ വീട്ടിലൊരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് പെരുമാറുക? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പെരുമാറുക? അപ്പൊ നിങ്ങളുടെ മനസ്സ് ആ ഭാവത്തിലേക്ക് വരും. മനസ്സ് ഏത് ഭാവത്തിലേക്ക് വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കും. ശരിയാണോ പറയുന്നത്? ശരീരം മനസ്സിന് പ്രതികരിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റാണ്. മനസ്സിലാണ് വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനും ബ്രാഹ്മണനും ഇരിക്കുന്നത്. അപ്പൊ ആരാ ശൂദ്രൻ? എപ്പോഴും ദുഃഖിക്കുന്നവരെയാണ് ശൂദ്രൻ എന്ന് പറയാം. ശോചതി ഇതി ശൂദ്രഃ, ശോചിക്കുന്നവൻ. എന്ത് കിട്ടിയാലും പോരാ 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 എന്ന് പറഞ്ഞ് യാചിക്കുന്നവരൊക്കെ ശൂദ്രന്മാരാണ്. ദുഃഖിക്കുന്നവരൊക്കെ ശൂദ്രന്മാരാണ്. അപ്പൊ ദുഃഖമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. എപ്പോ നമ്മൾ ദുഃഖിക്കുന്നോ അപ്പോ നമ്മൾ ശൂദ്രനാണ്. ശോചിക്കുന്നവൻ ശൂദ്രൻ.
അതിൽ നിന്നും ഒരുപടി ഉയർന്നവനാണ് വൈശ്യൻ. വൈശ്യൻ എന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരെയാണ് വൈശ്യൻ എന്ന് പറയുക. എപ്പോ നമ്മൾ നമ്മുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു, അവരൊക്കെ വൈശ്യന്മാരാണ്. താൻ, തന്റെ കുടുംബം, ഇതിൽ ഒതുങ്ങി ചിന്തിക്കുന്നവരൊക്കെയാണ് വൈശ്യന്മാരെന്ന് പറയുന്നത്. അതിൽ നിന്നും മനസ്സ് കുറേയും കൂടി ഉയർന്ന് ഒരു സമൂഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന മനസ്സിനെയാണ് ക്ഷത്രിയൻ എന്ന് പറയുക. ക്ഷത്രിയന്റെ മനസ്സൊരിക്കലും തന്നിലോ തന്റെ കുടുംബത്തിലോ കുരുങ്ങി നിൽക്കുന്നില്ല. അവൻ സമൂഹത്തെക്കുറിച്ച് മുഴുവൻ ചിന്തിക്കുന്നു. ഒരു സമൂഹത്തിന്റെ സംരക്ഷണം മുഴുവൻ വരുന്നു പ്രിയർ. അവരുടെ മനസ്സ് കുറെ കൂടി വിശാലമായിത്തീരുന്നു. അതിൽ നിന്നും കുറെ കൂടി ഉയർന്നവനാണ്, കൂടുതൽ ഉയർന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയാണ്. ബ്രാഹ്മണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ നിൽക്കുന്നു, ഈശ്വര പ്രേമത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ബ്രാഹ്മണ സന്തു നിർഭയ, ബ്രാഹ്മണൻ ഭയത്തിൽ നിന്ന് മുക്തനാണെന്ന് ശാസ്ത്രം പറയുന്നു. അല്ലാതെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ടവനാണെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ പിന്നീട് ഉണ്ടായിത്തീർന്നതാണ്. അതെങ്ങനെയോ സോഷ്യൽ ഇൻജസ്റ്റിസ് പിന്നീട് ഉണ്ടാക്കി തീർത്തതാണ്. നമ്മുടെ പൂർവികന്മാർ ഇതിലേക്ക് വ്യാഖ്യാനിക്കുന്നത് വളരെ ഗംഭീരമായിട്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇതിനെ വ്യാഖ്യാനിച്ച ആദ്യത്തെ വ്യക്തി. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമാം വിത്തി തസ്യ കർത്താരമാം. ഞാൻ അതിന്റെ കർത്താവാണ്, ഞാൻ അതിന്റെ അകർത്താവാണ് എന്ന് പറഞ്ഞ് ആദ്യം ചാതുർവർണ്ണത്തെ നിർവചിച്ച ആള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. മനസ്സിലാവുണ്ടല്ലോ? ഭാരതത്തിന്റെ മഹത്വം ഇതാണ്. നമ്മൾ ജാതി നോക്കിയിട്ടല്ല ആളുകളെ പൂജിച്ചത്. ഇത് ഭാരതത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ക്രിസ്ത്യാനികൾ. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു പെന്തക്കോസ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഒരു ഡിവൈൻ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാൻ കാത്തോലിക്കിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ജന്മം സാധിക്കില്ല അവർക്ക്. നേരെ മറിച്ച് കാട്ടാളനായിട്ട് നടന്ന ഒരു രത്നാകരനെ വാൽമീകി ഋഷിയായിട്ട് പൂജിക്കാൻ സാധിച്ചത് നമുക്ക് മാത്രമാണ്. ഒരു മുക്കുവന്റെ ഗർഭത്തിലൂടെ പുറത്തു വന്ന മുക്കുവ സ്ത്രീയിലൂടെ പ്രകടമായ ഒരു വ്യാസരെ ഗുരുക്കന്മാരിലും ഗുരുവായിട്ട് പൂജിക്കാൻ സാധിച്ചവർ ഭാരതീയർ മാത്രമാണ്. ഒരു ശബരി ദേവിയെ, കാട്ടുജാതിക്കാരിയെ ശബരി ദേവിയെ പൂജിക്കാൻ സാധിച്ചത് ഭാരതീയർക്ക് മാത്രമാണ്. വേറെ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു നാരായണ ഗുരുദേവനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭാരതീയർക്ക് പ്രയാസമില്ല. ശങ്കരാചാര്യെ പൂജിക്കുന്നത് പോലെ നാരായണ ഗുരുദേവനെ നമ്മൾ പൂജിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ ദിവ്യത്വം കൊണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ മാത്രം ഒരു മഹത്വമാണ്. പക്ഷെ ഇന്ന് നമുക്കതൊന്നും ഉൾക്കൊള്ളുന്നില്ല, നമ്മൾ അതിലേക്കൊന്നും കയറുന്നില്ല. നമ്മൾ അതൊന്നൊക്കെ വീണ്ടും വീണ്ടും ഈ ജാതി സ്പിരിറ്റൊക്കെ മനുഷ്യനിലേക്ക് വീണ്ടും കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പ്രിയ. ഏതായാലും ഇതൊക്കെ ഒരു വ്യക്തിയെ ഏത് ജാതിക്കാരനെന്ന് പറയാനല്ല, മറിച്ച് നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു. ഞാൻ ദുഃഖിക്കുന്ന മനസ്സിന്റെ ഉടമയാണോ? സ്വാർത്ഥതയിൽ ജീവിക്കുന്നവനാണോ? എന്റെ മനസ്സ് കുറേയും കൂടി വിശാലമാവുന്നുണ്ടോ? നന്മയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാം ഈശ്വര ഭക്തിയിൽ എപ്പോഴും ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ എന്റെ ഉള്ളിൽ ബ്രാഹ്മണനായിത്തീരുന്നു. അതുകൊണ്ട് നിസ്സംശയം നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു, ജന്മനാ ജായതേ ശൂദ്രഃ. എല്ലാവരും ജന്മനാ ശൂദ്രന്മാരാണ്. കാരണം കരഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ പുറത്തു വരുന്നത്. അവ ശോചിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തു വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളിൽ പരിവർത്തനം വന്ന് നമ്മൾ ഓരോരുത്തരും വൈശ്യരാവുന്നു, ക്ഷത്രിയരാവുന്നു. പിന്നെ സംസ്കാരാൽ ദ്വിജ ഉച്യതേ, ജ്ഞാനാൽ ബ്രാഹ്മണ ഉച്യതേ, ജ്ഞാനത്താൽ അവൻ ബ്രാഹ്മണനായിത്തീരുന്നു എന്ന് പറയണം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട പരിവർത്തനങ്ങളാണെന്ന് കാണിച്ചു തരികയാണ്. ഇത് തന്നെയല്ലേ ഐൻസ്റ്റീൻ പറഞ്ഞത്? ഐൻസ്റ്റീൻ പറഞ്ഞു, ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആക്കാം, പോസിറ്റീവ് എനർജി വേണമെങ്കിൽ നെഗറ്റീവ് ആക്കാം, എനർജിയെ നിങ്ങൾക്ക് മാറ്റർ ആക്കാം, മാറ്ററിനെ നിങ്ങൾക്ക് വീണ്ടും എനർജി ആക്കാൻ പറ്റുന്നു. ഇതുപോലെ ശൂദ്രനായിരിക്കുന്ന മനസ്സിനെ വൈശ്യനാക്കാം, വൈശ്യനായിരിക്കുന്ന മനസ്സിനെ ക്ഷത്രിയനാക്കാം, ക്ഷത്രിയനായിരിക്കുന്ന മനസ്സിനെ ബ്രാഹ്മണ്യത്വത്തിലേക്ക് ഉയർത്താൻ സാധിക്കും. മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും. ബ്രാഹ്മണ്യത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നിർഭയത്വം കൈവരിച്ചു. ശരി, അതിലേക്ക് ഉയരാൻ എന്താ മാർഗം? അതിലേക്ക് ഉയരാനുള്ള മാർഗമാണ് ആശ്രമ ജീവിതം എന്ന് പറയുന്നത്.
അപ്പൊ 4 ആശ്രമ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്നു. ഏതാണത്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതൊരു ജീവിത രീതിയാണ്. ആദ്യം തന്നെ ബ്രഹ്മചര്യം എന്ന് പറയണം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വയസ്സിന് മുമ്പിൽ ആത്മീയവും ഭൗതികവുമായ ജ്ഞാനം കൈവരിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. വീര്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നേടുന്ന വിദ്യാഭ്യാസം. വീര്യം എന്ന് പറഞ്ഞാൽ ബീജം. ബീജം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഓജസ്സും തേജസ്സും നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അത് നളയുന്നതിന് മുമ്പ്, നഷ്ടപ്പെടുന്നതിന് മുമ്പ് നേടുന്ന വിദ്യാഭ്യാസത്തെ ബ്രഹ്മചര്യം എന്ന് സൂക്ഷ്മമായിട്ട് നിർവചിക്കും. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു നിർവചനം വെച്ചാൽ ശരിയാവില്ല. കാരണം നമ്മളൊക്കെ ഇത് തുടങ്ങുന്നത് തന്നെ കല്യാണമൊക്കെ കഴിച്ചിട്ടാണ് ഭാഗവതം പഠിക്കാൻ തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മളോടൊക്കെ ഈ ബീജം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ അടച്ചു വെച്ചിട്ട് വരും, പോയി സ്വാമി തൊലഞ്ഞു, ഞാൻ അടുത്ത ജന്മം നോക്കാന്ന് നമ്മളിത് അടച്ചു വെച്ച് പോകാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികന്മാര് അതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് വ്യാഖ്യാനിക്കും. ബ്രഹ്മത്തെ അറിഞ്ഞ് ആചരിക്കാൻ തുടങ്ങുന്ന ജീവിതത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയാം. അതായത് ഈശ്വരപ്രേമം വളർത്തിയെടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പ്രയത്നിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, അത് തന്നെ ബ്രഹ്മചര്യം. അപ്പൊ അങ്ങനെ ഒരു നിർവചനം എന്നാൽ ഞാനും നിങ്ങളും അതിൽ പെട്ടു. മനസ്സിലായില്ലേ? കാരണം നീ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കുട്ടികളില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊക്കെ ഭഗവത് പ്രേമത്തെ വളർത്തിയെടുക്കാൻ പ്രയത്നിക്കുന്നവരാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യം. അത് കഴിഞ്ഞിട്ട് ഗാർഹസ്ഥ്യത്തെ നിർവചിക്കുകയാണ്. ഗൃഹസ്ഥ ജീവിതം, ഗൃഹസ്ഥ ആശ്രമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നത് നമ്മുടെ പൂർവികന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കല്യാണം കഴിക്കുന്നത്, കല്യാണം കഴിച്ച ജീവിതം ഇവിടെ സുസ്ഥിരമാവും എന്ന ധാരണ ഉറപ്പിക്കാനല്ല, ഉള്ളിലുള്ള കാമങ്ങളെ അനുഭവിച്ചുകൊണ്ട് അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് പ്രകൃതിയിൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിലൂടെ കടന്നുപോകാൻ. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ പ്രകടമാക്കാനും വികാരങ്ങളുടെ പരിമിതിയെ മനസ്സിലാക്കി വികാരങ്ങളിൽ നിന്ന് അതിവർത്തിക്കാനുമാണ് വിവാഹം കഴിക്കേണ്ടത് പറയാണ്. അപ്പോ ഗൃഹസ്ഥ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്നേഹവും സ്നേഹത്തിന്റെ പരിധികളും നമ്മൾ മനസ്സിലാവും, കാമവും കാമത്തിന്റെ പരിധികളും നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെ ഓരോ വികാരത്തിൻ്റെയും അനുഭവങ്ങളും അതിന്റെ പരിധികളും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കടന്നു പോവാനും സാധിക്കും, അതിലൂടെ ഉയരാനും സാധിക്കും. അതിൽ നിന്ന് ഉയരാത്തൊരു വ്യക്തി മരിക്കുമ്പോഴും ഉള്ളിൽ കാമനകൾ വെച്ച് മരിച്ചു പോയാൽ വീണ്ടും കാമനകൾ അനുഭവിക്കാൻ വരണമെന്ന് പറയാൻ. കഴിഞ്ഞ 2 മാസം മുമ്പ് ചൈനയിൽ 90 വയസ്സുള്ള ഒരു ശാസ്ത്രജ്ഞന് നോബൽ പ്രൈസ് കൊടുക്കണ്ടായി, അവിടുത്തെ ഏറ്റവും ഉന്നത ബഹുമതി. അപ്പൊ ആ ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? അന്ന് അദ്ദേഹത്തിന് 25 വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടായി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പത്രത്തിൽ, ഇത് വളരെ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ ഒരു TV-കാർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കുകയാണ്, അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നോബൽ പ്രൈസ് കിട്ടുമ്പോൾ എന്തായിരുന്നു അങ്ങയുടെ അനുഭൂതി? അപ്പൊ അദ്ദേഹം പറയാം, നോബൽ പ്രൈസ് കിട്ടുമ്പോഴായിരുന്നില്ല അനുഭൂതി, 25 വയസ്സുള്ള ഈ കുട്ടി എന്നെ കല്യാണം കഴിക്കുമ്പോഴായിരുന്നു. അദ്ദേഹത്തിന്റെ വയസ്സെത്രയാ നോക്കണം? 90 വയസ്സാണ്. അപ്പൊ നോക്കൂ, ആ കാമ അപ്പോഴും മനസ്സിൽ കടന്ന് കളിക്കണോ പറയാണ്. അപ്പൊ കാമത്തിലൂടെ കടന്നു പോവാനും കാമത്തെ അതിവർത്തിക്കാനും സാധിക്കേണ്ട ഒരു ആശ്രമ ജീവിതമാണ് ഗാർഹസ്ഥ്യ ജീവിതം എന്ന് നമ്മുടെ പൂർവികന്മാർ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർക്ക് 2ഉം 3ഉം പത്നിമാരെ വിവാഹം കഴിക്കാനും അതിലൊക്കെ പുത്രോത്പാദനം ചെയ്യാനും ഒരു ദിവസം അവിടെ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാനും സാധിച്ചത്. അത് നമുക്ക് 9ാമത്തെ അധ്യായത്തിൽ യയാതി ചരിതത്തിലൂടെ കാണാൻ സാധിക്കും. ഒരു വിവാഹം കഴിച്ച് വേറൊരു ഭാര്യയിലൂടെ മക്കളെയൊക്കെ ഉണ്ടായി, അവസാനം ശാപം കിട്ടി, ശാപത്തിൽ നിന്ന് മുക്തനാവാൻ മക്കളിൽ നിന്ന് യൗവനം യാചിച്ച് അവസാനം യയാതി ഒരു അനുഭവം പറയുന്നുണ്ട്. എന്താണ്? ന കാമകാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷാ കൃഷ്ണവത്മേന ഭൂയയേവാപി വർത്തത്തെ. കാമത്തെ ഒരിക്കലും ആർക്കും അനുഭവിച്ച് തൃപ്തിപ്പെടാൻ ഇന്നേ വരെ ഈ ദുനിയാവിൽ സാധിച്ചിട്ടില്ല, ഈ ലോകത്തിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണം? മനസ്സിലാക്കൂ, എപ്പോഴകാരമാണോ കത്തി ഉയരുന്ന അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് കാമം.
അനുഭവിക്കും തോറും മനസ്സ് പറയും ഇനിയും അനുഭവിക്കണം, ഇനിയും അനുഭവിക്കണം, ഇനിയും അനുഭവിക്കണം. പിന്നെ കുറെ കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കും, അവശമാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇതിലൂടെയൊന്നും ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം? കാമത്തിലൂടെ കടന്നുപോയി കാമത്തെ അതിവർത്തിക്കണം. ആ വിവേകം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശ്രമത്തിലേക്ക് കടക്കാം. അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിനെ വനത്തിലേക്ക് നയിക്കുക. പണ്ട് വനത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് ഇറങ്ങിപ്പോകലായിരുന്നു. ഇന്നിപ്പോ വനമില്ലാത്തതുകൊണ്ട് അതിന് വേറെ വ്യാഖ്യാനം എഴുതണം. ഉള്ള വനമൊക്കെ ഇപ്പോ വെട്ടിത്തെളിയിച്ചു, അവിടെ വനമൊന്നുമില്ല, ഒക്കെ റബ്ബർ എസ്റ്റേറ്റുകളായി. അവിടെ ഇപ്പം നമ്മൾ തപസ് ചെയ്യാൻ പോയാൽ അവർ നമ്മളോട് ടാപ്പ് ചെയ്യാൻ പറയും, റബ്ബർ പാലെടുക്കാൻ പറയും, ജോലിക്ക് ആളെ കിട്ടാത്ത കാലം. അതുകൊണ്ട് അന്നത്തെ വ്യാഖ്യാനം മാറ്റിയേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ പുതിയ വ്യാഖ്യാനം അതിന് കൽപ്പിക്കണം. അപ്പൊ എന്താ വനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മറ്റൊരു പേരാണ് വനം എന്ന് പറഞ്ഞാൽ. വനം എന്ന് വിളിക്കുന്നത് ഭഗവാൻ ഒരു പേരുണ്ട്. വനമാല ധരിച്ചവൻ ഭഗവാനാണ്. അപ്പൊ വനം എന്ന് പറഞ്ഞാൽ ഭഗവാനാണെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ മക്കളൊക്കെ വളർന്ന് വലുതായി കല്യാണമൊക്കെ കഴിച്ചാൽ പിന്നെ ഹണിമൂൺ അന്വേഷിച്ച് നടക്കരുത്. പിന്നെ വീണ്ടും വിവാഹ ജീവിതത്തിന്റെ ആ സ്പിരിറ്റിൽ ജീവിക്കരുത്. പിന്നെ ജീവിക്കേണ്ടത് ഈശ്വരപ്രേമത്തിലൂന്നിയിട്ട് മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ഭാരമായിത്തീരില്ല. ഒരു ദിവസം ഭർത്താവ് മരിച്ചു പോയാലും ഭാര്യയ്ക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. കാരണം ആ മനസ്സ് ഈശ്വരനിലേക്ക് ഉയർന്നു എന്നത് ഉൾക്കൊള്ളാൻ ഭാര്യയ്ക്ക് സാധിക്കും. ഭാര്യ മരിക്കുമ്പോഴും ഭർത്താവിനും വിഷമം ഉണ്ടാവില്ല. ആ മനസ്സ് ഈശ്വരനിലേക്ക് ഉയർന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ല ഇടയ്ക്ക് വെച്ച് ഭാര്യ മരിച്ചുപോയാൽ 80 വയസ്സായാലും ഇനിയിപ്പോൾ വല്ലവരും കല്യാണം കഴിക്കാൻ പറ്റുമോ നോക്കും. അപ്പോഴാണ് നമ്മൾ കാണാം ഇടയ്ക്ക് അടുത്ത കാലത്ത് എവിടെയൊരു പാലക്കാടാണ് ഒരു സ്ത്രീയുടെ കല്യാണം നടന്നു. 58 വയസ്സേ ആയിട്ടുള്ളൂ അവർക്ക്. രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു കൊടുത്തവരെ. എന്തുകൊണ്ടാണിത്? ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊക്കെ തോന്നുമ്പോഴാണ് ആരെങ്കിലും കൂടെ വേണമെന്നൊക്കെയുള്ള തോന്നൽ വരുന്നത്. അപ്പൊ ഈശ്വരൻ കൂടെയുണ്ട് എന്നുള്ള ദൃഢമായ ബോധ്യം വന്നു കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും. ആ പക്വതയിലേക്ക് ഉയരാൻ പറ്റും. മനസ്സിലായി? വിട്ടേക്ക് ഞാൻ പലതും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകും, എനിക്കറിയാം. മനസ്സിലാക്കി? അതുകൊണ്ട് വലിയ പ്രശ്നം ഈ റെഫറൻസ് പറയുമ്പോൾ അപ്പം പോവും മനസ്സ്. എനിക്കറിയാം എവിടെയെങ്കിലുമൊക്കെ കല്യാണം നടന്നിട്ടുണ്ടാവും എന്നുള്ളത്. അല്ലേ, ഞാൻ മുള്ളുണ്ട സ്ഥലത്തിൽ കല്യാണം കണ്ട് അവരെ അനുഗ്രഹിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അത്ര ധൈര്യമായിട്ട് പറയുന്നത്. അപ്പോ ആ ഇൻസെക്യൂരിറ്റി തോന്നുന്നു പറയാം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിനെ ഇപ്പോഴേ നമ്മളിങ്ങനെ കൊണ്ടുപോകണം. ഒരു പ്ലെയിൻ ഇറങ്ങുന്നത് പോലെ മനസ്സിനെ കൊണ്ടുപോകണമെന്നാണ്. പ്ലെയിൻ ഇറങ്ങുന്ന സമയത്ത് എത്രയോ കിലോമീറ്റർ അകലെ വെച്ചിട്ട് അയാൾ പതുക്കെ പതുക്കെ താഴ്ത്തി 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 എന്നിട്ടാണ് റൺവേയിൽ വെച്ചിട്ട് അദ്ദേഹം ആ പ്ലെയിനിനെ നിർത്തുന്നത്. ഇതുപോലെ എന്റെ മനസ്സൊരു ദിവസം എല്ലാം വിട്ട് ഭഗവാനിൽ ഉറപ്പിക്കണം. അതിനുള്ള അഭ്യാസം നമ്മൾ പതുക്കെ 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 ചെയ്തു കഴിഞ്ഞാൽ ആരൊക്കെ വിട്ടുപോയാലും വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. വിടുന്നതൊക്കെ ശാരീരികമാണെന്ന് നമുക്ക് കാണാം. മാനസികമായി ആർക്കും എവിടേക്കും പോവാൻ സാധ്യമല്ല. ശരീരം എടുക്കുന്നതിന് മുമ്പ് മനസ്സുണ്ട്, ശരീരത്തെ കൊണ്ടു നടക്കുന്നത് മനസ്സാണ്. ശരീരം വിട്ടാൽ അവശേഷിക്കുന്നതും മനസ്സാണ്. പിന്നെ നാം ദുഃഖിക്കുന്നത് ആരെക്കുറിച്ച്? ശരീരത്തെക്കുറിച്ചോ? അങ്ങനെയായിരുന്നെങ്കിൽ ശിശുവിന്റെ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായിരുന്നില്ലേ? ആ ബാലന്റെ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായിരുന്നില്ലേ? കൗമാര ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായിരുന്നില്ലേ? അതൊക്കെ പോയില്ലേ? അപ്പൊ അതിനെക്കുറിച്ചൊന്നും നാം ദുഃഖിച്ചിട്ടില്ലെങ്കിൽ ഈ ശരീരത്തെക്കുറിച്ചിരുന്ന് എന്തിന് ദുഃഖിക്കണം? ആവശ്യം എന്തുണ്ട്? അതൊക്കെ വിവേകത്തോടുകൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. ഇപ്രകാരം അതും കഴിഞ്ഞതിന് ശേഷം അവസാനം എത്തിച്ചേരേണ്ട ആശ്രമമാണ് സന്യാസ ആശ്രമം. സന്യാസം എന്നതും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് സന്യാസിമാരെ എത്രത്തോളം കളിയാക്കാൻ പറ്റും ആ രീതിയിലാണ് കാര്യങ്ങൾ. സന്യാസി കല്യാണം കഴിച്ചു, അല്ലെ സിദ്ധൻ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു. ഇപ്പൊ അടുത്ത കാലത്ത് പേപ്പറിലുണ്ടായിരുന്നു, ഒരു കൊണ്ടോട്ടിയിലടുത്തൊരു സിദ്ധൻ ഒരു പെണ്ണിനെ, ഒരു ഫോറിനർ പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ വളരെ ഇതായിട്ട് കാണുമ്പോൾ സന്യാസി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തെറ്റായിട്ട് വരിക. സന്യാസം എന്നത് വസ്ത്രത്തിലല്ല സന്യാസം പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ശാസ്ത്രപരിചയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഭഗവാൻ സന്യാസത്തെ നിർവചിക്കുന്നത് 6-ാം അധ്യായത്തിൽ പറയും, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസി അവിടെ നിർവചിച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും ശങ്കരാചാര്യർ കാവ്യവസ്ത്രം ധരിക്കുന്നതിനെയാണ് സന്യാസം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് പറയും, ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബരബഹുകൃതവേഷ പശ്യന്നപി ച ന പശ്യതി മൂഢ ഉദരനിമിത്ത
യുക്തം ബഹുകൃതവേഷ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോ കഷണ്ടിയായിട്ട് അല്ലെങ്കിൽ കാവ്യവസ്ത്രം ധരിച്ച് ഇതൊന്നുമല്ല സന്യാസം. ഇതൊക്കെ വെറും സന്യാസത്തിന്റെ മോക്രി കാട്ടിക്കൂട്ടലുകളാണെന്ന് പറയുന്നത്. പിന്നെ സന്യാസം എന്ന് പറയുന്നതോ അത് മനസ്സിന്റെ പക്വതയാണ്. എന്താണ് സന്യാസം? ഈ പദം വളരെ രസമാണ്. ന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യണം, ത്യജിക്കുക എന്നാണ്. എന്തിനെയാണ് ത്യാഗം ചെയ്യേണ്ടത്? അസത്യത്തെ ത്യാഗം ചെയ്ത് സത്യത്തെ ധരിച്ച് ജീവിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുക. അപ്പൊ ഞാനും നിങ്ങളും ഈ ശരീരം മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്, ബന്ധുമിത്രങ്ങളൊക്കെയാണ് സുഖത്തിനുള്ള കാരണം എന്ന തെറ്റായ ധാരണ ത്യാഗം ചെയ്ത് ഈശ്വരനുള്ളതുകൊണ്ടാണ് ജീവിതം നടക്കുന്നതെന്ന ധാരണയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ നമ്മൾ ഓരോരുത്തരും ആരായി? സന്യാസിമാർ. ഇനി മറ്റൊരർത്ഥം ന്യാസം ഉറപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്. ന്യസിക്കുക എന്നുള്ളത് ഉറപ്പിക്കുക. സന്യാസം എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക. അതായത് ഭഗവത് പ്രേമത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക. അത് ആണാവട്ടെ, പെണ്ണാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, അച്ഛനാവട്ടെ, ആരാവട്ടെ, വേഷം ധരിച്ചവനാവട്ടെ, വേഷമില്ലാത്തവനാവട്ടെ, ആർക്കിത് സാധിക്കുന്നുവോ അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണ്? സന്യാസിമാരാണ്. ഈ രീതിയിലൊക്കെ നാം കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഇവിടെ വെച്ച് ജീവിച്ചിരിക്കുമ്പോഴേ മുക്തിയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് ഭാഗവതം ഉറപ്പു പറയാണ്. അപ്പൊ ആരുടെ മനസ്സാണോ ഭഗവത് പ്രേമത്തിൽ ദൃഢമായിത്തീരുന്നത് അവർ ഈ ശരീരം വിട്ടുപോയാൽ തീർച്ചയായിട്ടും അന്തേ നാരായണ സ്മൃതി വന്നു കഴിഞ്ഞാൽ പോകുന്നതും ആരുടെ അടുത്തേക്ക് പോകണം? നാരായണനിലേക്ക് പോകണം. അവർക്കെവിടെയാണ് ദുർഗതിയുള്ളത്? അവർക്കെവിടെയാണ് അധോഗതിയുള്ളത്? ഇനി ജനിക്കേണ്ടി വന്നാൽ പോലും, ഏത് ശരീരം എടുക്കേണ്ടി വന്നാൽ പോലും തീർച്ചയായിട്ടും ജനന സമയം തന്നെ അവർക്ക് ഓർമ്മയുണ്ടാവും ഞാൻ ആരാണ് എന്നുള്ള ബോധം, എന്താണ് സത്യം എന്നുള്ള ബോധം. അവർക്കൊരിക്കലും തെറ്റിദ്ധാരണയുടെ ഒരു ജീവിതം ഉണ്ടാവില്ല. അങ്ങനെ അവരുടെ ജീവിതം അവർക്കും മറ്റുള്ളവർക്കും അനുഗ്രഹീതമായി തീരും എന്ന് പറഞ്ഞ് 7ാമത്തെ ഈ സ്കന്ധം നമ്മൾ ഉപസംഹരിപ്പിക്കുകയാണ്. ഇനി നമ്മൾ 8ാമത്തെ സ്കന്ധത്തിലേക്കാണ് കിടക്കുന്നത്. 8ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് തന്നെ സ്വയംഭൂവ മനുവിന്റെ വനപ്രവേശം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ അവിടെ നിന്നാണല്ലോ ചരിതം മുഴുവൻ തുടങ്ങിയത്. ആദ്യത്തെ മനുഷ്യ പ്രജകളായിരുന്നു സ്വയംഭൂവമനും ശതരൂപാദേവിയെന്നും അവർക്ക് 5 മക്കളുണ്ടായെന്നും ഓരോരുത്തരുടെയും വംശചരിതം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് ആ സ്വയംഭൂവമനും ശതരൂപാദേവിയും, ഏത് സ്വയംഭൂവമനും ശതരൂപാദേവിയും ആദ്യത്തെ മനുഷ്യ പ്രജകൾ, രണ്ടാമത് എത്രയോ അവതാര പുരുഷന്മാർക്ക് മുത്തശ്ശനായി തീർന്ന സ്വയംഭൂവമനും, കപില മഹർഷി മുത്തശ്ശനാണ്, തുടങ്ങിയിട്ടുള്ള ആ വംശത്തിന്റെ മുഴുവൻ മുത്തശ്ശനായിരിക്കുന്ന സ്വയംഭൂവമനു ഒരു ദിവസം ഭാര്യയോട് പറയാണ്, ദേവി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. എങ്ങോട്ടാ പോവേണ്ടത്? അവരെങ്ങോട്ടാ പോവാൻ നിശ്ചയിച്ചത്? വിരക്ത കാമഭോഗേഷു ശതരൂപാപതി പ്രഭൂ വിസർജ്യ രാജ്യം തപസേ സഭാര്യാവനമാവിശൽ. ഭാര്യയെയും കൂട്ടി വനത്തിലേക്ക് പോയി. ജീവിച്ചിരിക്കുമ്പോഴേ അവർ വിവേകത്തോടുകൂടി ജീവിച്ചുകൊണ്ടാണ് ഒരു ദിവസം വീട് വിട്ടുപോകാൻ അവർക്ക് സാധിച്ചത്. അപ്പൊ നമുക്കിന്ന് വീട് വിട്ടുപോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ വിവേകത്തിൽ ജീവിക്കില്ല. നമ്മളോട് മക്കൾ പറയാണ്, ഇനി നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ ഇങ്ങനെ ഒരു മക്കളെ എനിക്ക് തന്നല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഭഗവാനെ ഒരു ദിവസം ഇറങ്ങിപ്പോകേണ്ടവനാണ് ഞാൻ എന്നൊരു ധാരണയും ഭാവനയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ കൂളായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമായിരുന്നു, വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റണില്ല. കാരണം വില പിടിച്ച സാധനങ്ങളൊക്കെ വീട്ടിൽ കിടക്കുകയാണ്. അതൊക്കെ എങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോവുക? ഒരു വീട്ടിലൊരു അമ്മാവനുണ്ട്. ഇദ്ദേഹം ഒറ്റയ്ക്കാ താമസം. ഇദ്ദേഹം എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അപ്പൊ വീട്ടിന്റെ ജനവാതിലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് പുറത്തിറങ്ങും. ആളുകൾക്ക് മനസ്സിലായി അയാൾക്ക് ലേശം വട്ടാണെന്ന്. കാരണം ഒരാളും പുറത്തിറങ്ങുമ്പോൾ വീടിന്റെ വാതിൽ തുറന്നിട്ട് പോകാറില്ല. എപ്പോ ഇയാൾ വീട്ടിന്റെ ഉള്ളിലെത്തിയോ ജനവാതിലും വാതിലും അടച്ചു. അപ്പോൾ ഉറപ്പായി ഇയാൾക്ക് കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഒരു ദിവസം ആ നാട്ടുകാർ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല അമ്മാവ, സാധാരണ എല്ലാവരും വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോഴല്ലേ വാതിലും ജനവാതിലും കിടക്കുക, അങ്ങെന്താണ് അങ്ങ് പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ തുറന്നിടണോ, ഉള്ളിൽ കയറി അതൊക്കെ കുറ്റിയിടണോ, എന്താ അതിന്റെ രഹസ്യം എന്ന്, എന്താ അതിന്റെ കാരണം എന്ന്. ഉടനെ അമ്മാവൻ പറയാണ്, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ കുട്ടികളെ എന്ന്. എന്താ അമ്മാവൻ മനസ്സിലാക്കാനുള്ളത്? എന്റെ വീട്ടിൽ ഏറ്റവും വില കൂടിയ സാധനം ഞാനാ. അപ്പൊ എപ്പോ ഞാൻ പുറത്തു പോയോ വില പിടിച്ച സാധനം വീട്ടിൽ നിന്ന് പുറത്താ.
അപ്പൊ അത് തുറന്നിട്ട് അതിൻ്റെ അകത്ത് വില പിടിച്ചോ വേറെ ഒന്നുമില്ല. എപ്പോ ഞാൻ വീട്ടിന്റെ അകത്ത് കയറിയോ ഏറ്റവും വില കൂടിയ സാധനം ഞാനായതുകൊണ്ട് കുറ്റിയിട്ട് കിടക്കണം. നമുക്ക് നേരെ വിപരീതമായി തീർന്നിരിക്കണം. ഏറ്റവും വില കൂടിയ സാധനം ഉള്ളിൽ കിടക്കുക, ഏറ്റവും വിലയില്ലാത്തൊരു വസ്തു പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതാണ് നമ്മൾ ഓരോരുത്തരെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ വില പിടിച്ച സാധനങ്ങളിലൊക്കെ മനസ്സ് വെക്കുക. കാരണം ഇപ്പോൾ നമുക്കങ്ങോട്ട് വിട്ടുപിരിയാൻ പറ്റില്ല. ഒരു സ്ത്രീ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരുടെ ചെയിൻ പൊട്ടിച്ച ഒരാൾ. അപ്പൊ ആ സ്ത്രീയോട് ചോദിച്ചു, എത്ര പവനാ പൊട്ടിച്ച? ആൾക്കാരൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി. ഇവർക്ക് യാതൊരു വിഷമവുമില്ല, ഇവരിങ്ങനെ വളരെ കൂളായിട്ടിരിക്കുന്നുണ്ട്. ചോദിച്ചു എത്ര പവനാണെന്ന്. അപ്പൊ അവരിങ്ങനെ പോയിക്കോട്ടെ സാരമില്ല എന്ന്. അപ്പൊ തന്നെ ആൾക്കാർക്ക് ഡൗട്ട് തുടങ്ങി, ഇതെന്താ സംഗതി? ഇവർക്ക് യാതൊരു കുലുക്കുമില്ല, ഒരു ചെയിനൊക്കെ പൊട്ടിച്ചിട്ട് ബഹളം വെക്കണില്ല. അപ്പൊ ഒരു സ്ത്രീ, അടുത്തിരുന്ന സ്ത്രീ പറയുന്നത് അതിന്റെ കനം കണ്ടിട്ട് 5 പവൻ ഉണ്ടാവുമെന്ന്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വേറെ സ്ത്രീ അത്രയൊന്നും ഉണ്ടാവില്ല, 2 പവനേ ഉണ്ടാവില്ല, കാരണം ഒറ്റയടിക്കാവും പൊട്ടിച്ചില്ലേന്ന്. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു കുലുക്കുമില്ല. അപ്പൊ ആളുകൾ പറഞ്ഞു, ബസ് നിർത്തുന്നു. അപ്പൊ കണ്ടക്ടറും ഡ്രൈവറൊക്കെ ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയും, പോയിക്കോട്ടെ, വണ്ടി പോയിക്കോട്ടെ, പാവാവൻ നന്നാവട്ടെ എന്ന്. അപ്പൊ എല്ലാവർക്കും അത്ഭുതം തോന്നി, ഇത്രയൊക്കെ വില പിടിച്ചൊരു ചെയിൻ പൊട്ടിച്ചിട്ടും യാതൊരു കുലുക്കുമില്ല എന്ന്. അപ്പൊ അടുത്തിരുന്ന സ്ത്രീ ചോദിച്ചു, അത് എത്ര പവനാണ്? അത്രയൊന്നുമില്ല, 150 രൂപയുള്ളൂ എന്ന്. ഉള്ള സാധനമാണ്. അപ്പൊ വിലയില്ലാത്ത സാധനം കൊണ്ടുപോയാൽ പിന്നെ ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാവും. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് വിലയുള്ള വസ്തുക്കളായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥരായിത്തീരുന്നത്. ശരി, അദ്ദേഹം കാട്ടിലേക്ക് പോയി എന്നാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്തത്? അവർ പുതിയ റിസോർട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ തുടങ്ങിയ ബിസിനസ് ഇല്ല. എന്നിപ്പോ കാട് എന്നൊക്കെ പറഞ്ഞ റിസോർട്ടുകളാണല്ലോ. ഇദ്ദേഹം ഭാര്യയോട് പറയാണ്, എന്റെ ഭാര്യയെ 2 പരമസത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ നിന്നെ രക്ഷപ്പെടുത്താം. എന്താണത്? ഏനച്ചേനയതേ വിശ്ചേതയതേ വിശ്വം, വിശ്വം ഏനച്ഛേദയതേ വിശ്വം, വിശ്വം ചേതയതേനയം, യോ ജാഗത്തിശയാനേസ്മിന്നായം തം വേദ വേദസഹ. ആദ്യം അറിയേണ്ടത് ഈ വിശ്വം മുഴുവൻ ചൈതന്യവത്തായി തീർക്കുന്നത് ആരാണ്? ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പരസ്പരം കാണാനും കേൾക്കാനും സാധിക്കുന്നത്? പറയുന്നു, മനസ്സെന്നൊരു ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ, മനസ്സുണർന്ന് പ്രവർത്തിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ചെവിയിലൂടെ കേൾക്കാനോ കണ്ണിലൂടെ കാണാനോ ത്വക്കിലൂടെ സ്പർശമറിയാനോ നമുക്ക് ഓരോരുത്തർക്കും സാധ്യത. ഇപ്പം നിങ്ങൾ ഉണർന്നിരിക്കുന്നതുകൊണ്ട് ആ ചൂടറിയുന്നത്. ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും വീശില്ല. ആ വീശുന്നതിന്റെ കാരണം തന്നെ ഉണർന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഉണർന്നിരുന്നെങ്കിൽ, ഉറങ്ങിയിരുന്നെങ്കിൽ ഒരു ചൂട് ഒരു പ്രശ്നമല്ല. ആ മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ട്. വിശ്വമുണ്ട്. വിശ്വം എന്ന് പറഞ്ഞാൽ ലോക അനുഭവമുണ്ട്. എന്താ ഈ ഫാൻ വർക്ക് ചെയ്യാത്തത്? എല്ലാവരും ഇങ്ങനെ വീശുന്നുണ്ട് പുസ്തകം. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭാഗവത് എടുത്ത് വീശും. അതിന്റെ മുമ്പ് അത് ഓൺ ചെയ്യാൻ നല്ലത്. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ മനസ്സുള്ളതുകൊണ്ടാണ് ലോകാനുഭവങ്ങൾ ഉള്ളതെന്ന് ദേവി ആദ്യം ഉറപ്പിക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ആവർത്തിക്കുന്നു ഞാനതിനെ. മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ലോകാനുഭവങ്ങളൊക്കെ എനിക്കുള്ളത്. അതായത് നമ്മൾ സ്വയം നമ്മളോട് പറയുക, എൻ്റെ മനസ്സ് ഉണരുന്നത് കൊണ്ടാണ് എനിക്ക് ഭാര്യയുള്ളത്, എനിക്ക് ഭർത്താവുള്ളത്, മക്കളുള്ളത്, പണമുള്ളത്, എല്ലാം ഉള്ളത്. എൻ്റെ മനസ്സ് ഉണർന്നില്ല എങ്കിൽ പണവുമില്ല, ഭാര്യയുമില്ല, മകനുമില്ല, അച്ഛനുമല്ല, അമ്മയുമല്ല, ഒന്നുമല്ല. ശരിയല്ലേ? ചിന്തിക്കൂ, നല്ലവണ്ണം ചിന്തിക്കൂ. മകനുള്ളത് കൊണ്ടല്ല ഞാനുള്ളത്, മകളുള്ളത് കൊണ്ടല്ല ഞാനുള്ളത്, ഭർത്താവുള്ളത് കൊണ്ടല്ല ഞാനുള്ളത്. എൻ്റെ മനസ്സുള്ളത് കൊണ്ടാണ് അവരൊക്കെ എനിക്ക്. ഏതൊരു നിമിഷം എൻ്റെ മനസ്സില്ലേ ഒരു ബന്ധവും എനിക്കില്ല, എൻ്റെ വീടില്ല, എൻ്റെ പണമില്ല, എൻ്റെ ഡെപ്പോസിറ്റുകളൊന്നും എനിക്കില്ല. പിന്നെ എല്ലാം ബിഗ് സീറോ, ഒരു വിലയില്ലാത്ത വസ്തുക്കൾ. അപ്പൊ ദേവി ആദ്യം ഇത് മനസ്സിലാക്കുക. മനസ്സുള്ളതുകൊണ്ടാണ് നിനക്ക് ഞാൻ പോലും ഉള്ളത്. 2. ഇനി ഈ മനസ്സോ അതേതുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്? ആ മനസ്സ് വ്യാപിച്ചിരിക്കുന്നത് ആരിലാണ്? പറയുന്നു, ആത്മാവാസ്യമിതം വിശ്വം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന പുഞ്ചീത മാകൃതക്കസ്യ സിദ്ധനം. ആ മനസ്സ് നിൽക്കുന്നത് ഒരു ഈശ്വര ചൈതന്യത്തിലാണ്. അതിനെ ആത്മാവെന്ന് വിളിക്കുന്നു. ആത്മചൈതന്യത്തിലാണ് ഇത് നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് 2 സത്യങ്ങളാണ്. ഒന്ന് മനസ്സും, 2 ആത്മാവും. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യവും എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. ശരീരം നിൽക്കുന്നത് 2 ശക്തികളിലാണ്. ഒന്ന് മനസ്സിലും
പിന്നെ ഈശ്വര ചൈതന്യത്തിൽ. ആ മനസ്സ് നിൽക്കുന്നത് ഈശ്വര ചൈതന്യത്തിലാണ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഉറക്കത്തിൽ മനസ്സില്ല, ഈശ്വര ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് മനസ്സിന് ഉണർന്നു വരാൻ പറ്റുന്നത്. മനസ്സുണർന്നാലേ ശരീരം ഉണരുള്ളൂ. അപ്പം ശരീരം എവിടെ നിൽക്കുന്നു? മനസ്സുണർന്നാലേ ശരീരത്തിനുണരാൻ പറ്റുള്ളൂ എങ്കിൽ മനസ്സിലാണ് ആര് നിൽക്കുന്നത്? ശരീരം. അത് നമുക്ക് വ്യക്തമായി. ഇനി മനസ്സുറങ്ങുമ്പോഴും നമ്മളിൽ ഈശ്വര ചൈതന്യമുള്ളതുകൊണ്ടാണ് മനസ്സിന് ഉണരാനും ഉറങ്ങാനും സാധിക്കുന്നത്. അപ്പോൾ മനസ്സെവിടെ നിൽക്കുന്നു? ആ ഈശ്വര ചൈതന്യത്തിലാണ്. അതും നമുക്ക് മനസ്സിലാവും. വീണ്ടും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ, നമുക്ക് കാലിനൊരു ഓപ്പറേഷൻ വേണമെന്ന് വിചാരിക്കുക. കാലിനെ മാത്രം അനസ്തീഷ്യ ചെയ്ത് ഡോക്ടർ മരവിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ വേദനകളൊന്നും അറിയുന്നില്ല. ശരീരത്തിന്റെ മറ്റേത് ഭാഗം തൊട്ടാലും നമുക്ക് വേദനയുണ്ടാവും. എന്നാൽ കാലിൽ മാത്രം വേദനയില്ല. കാലിൽ മനസ്സിന്റെ പ്രവർത്തനമില്ല, പക്ഷേ കാലിൽ ഈശ്വര ചൈതന്യം അപ്പോഴും ഉണ്ട്. ശരിയല്ലേ? ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണല്ലോ ആ കാലിനപ്പുറം എന്താണ് പല പ്രവർത്തനങ്ങൾ അതിലൂടെ നടക്കുന്നത്. ബ്ലഡ് സർക്കുലേഷനും അതും ഇതൊക്കെ പലതും നടക്കുന്നത്. ഈശ്വര ചൈതന്യം ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഡോക്ടർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആ സെല്ലുകളൊക്കെ റിവൈവ് ചെയ്ത് നിൽക്കുന്നത് കാരണം, അത് ഈ ജീവസുറ്റതായിട്ട് നിൽക്കുന്നത് കാരണമാണ് അദ്ദേഹത്തിന് അതെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. സെല്ലുകളൊക്കെ നശിച്ചിരുന്നെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ മനസ്സ് വിട്ടുപോയാലും ജീവന്റെ ചൈതന്യം കുറച്ചു നേരം നിൽക്കും. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കണ്ണെടുത്ത് വേറൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. മനസ്സ് ശരീരത്തിൽ വേണമെന്നില്ല. അയാളുടെ കണ്ണുകൾ എടുക്കുമ്പോഴേ അയാൾക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. കാരണം മനസ്സില്ല, മനസ്സ് വിട്ടുപോയി. അപ്പോഴും ഈശ്വര ചൈതന്യം വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ആ കണ്ണിൽ അപ്പോഴും ലൈഫിന്റെ കിരണങ്ങളുണ്ട്. വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ മോഡേൺ സയൻസ് പോലും സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ മനസ്സാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അത് ഈശ്വര ചൈതന്യത്തിലാണ് നിൽക്കുന്നത്. അത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു മുടിയുടെ ഇഴ വലിച്ചു കഴിഞ്ഞാൽ തലയിൽ വേദനയുണ്ട്. കാലിന്റെ നഖം വലിച്ചു കഴിഞ്ഞാൽ അവിടെയും വേദനയുണ്ട്. അതായത് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് മനസ്സിലാണ്. ആ മനസ്സ് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഈശ്വര ചൈതന്യത്തിലാണ്. ഇത് ദേവി നല്ലവണ്ണം മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ടത്, ശരീരം മാറിയപ്പോഴും മനസ്സിനും ചൈതന്യത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ ഇനി ഈ ശരീരം വീണുപോയാലും മനസ്സിനും ആ ഈശ്വര ചൈതന്യത്തിനും യാതൊന്നും സംഭവിക്കില്ല.